2012 എന്ന വർഷം ലയണൽ മെസ്സിയുടെ ജീവിതത്തിലെ നിർണായകമായ ഒന്നായിരുന്നു. മെസ്സി അർജന്റീന ദേശീയ ടീമിന്റെ നായകനായി കൂടുതൽ തിളങ്ങിത്തുടങ്ങിയത് ഈ കാലയളവിലാണ്. അതുവരെ രാജ്യത്തിനു വേണ്ടി ഗോളടിക്കുന്നില്ല എന്ന വിമർശകർക്കുള്ള മറുപടി അദ്ദേഹം ആ വർഷം നൽകി. 2012 ജൂൺ 9 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ച് നടന്ന അർജന്റീന ബ്രസീൽ സൗഹൃദ മത്സരം മെസ്സിയുടെ കരിയറിലെ ഏറ്റവും ഐതിഹാസികമായ പോരാട്ടങ്ങളിലൊന്നായി. ബാഴ്സലോണയിൽ മാത്രം തിളങ്ങുന്ന താരം എന്ന പരാതിക്ക് തന്റെ മാന്ത്രിക പാദങ്ങൾ കൊണ്ട് മെസ്സി മറുപടി നൽകിയ രാത്രിയായിരുന്നു അത്. മത്സരം ആവേശകരമായ 3-3 എന്ന നിലയിൽ സമനിലയിൽ നിൽക്കുകയായിരുന്നു. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ വൈരികളായ അർജന്റീന ബ്രസീൽ പോരാട്ടം അതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോഴാണ് മെസ്സി തന്റെ വിശ്വരൂപം പുറത്തെടുത്തത്. ആ മത്സരത്തിൽ നേരത്തെ തന്നെ 2 ഗോളുകൾ നേടിയിരുന്ന മെസ്സി 84-ാം മിനിറ്റിൽ നേടിയ 3-ാം ഗോൾ ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. മൈതാനത്തിന്റെ മധ്യഭാഗത്ത് സൈഡ് ലൈനിനടുത്ത് നിന്നാണ് മെസ്സിക്ക് പന്ത് ലഭിക്കുന്നത്. അവിടെ നിന്ന് ബ്രസീലിയൻ പ്രതിരോധ താരം മാർസലോയെ അതിവേഗത്തിൽ മറികടന്ന് മെസ്സി പന്തുമായി മുന്നോട്ട് കുതിച്ചു. പന്ത് കാലിൽ ഒട്ടിച്ചു വച്ചതുപോലെ മെസ്സി ബ്രസീലിയൻ ബോക്സിലേക്ക് പാഞ്ഞടുത്തു. ബോക്സിന് തൊട്ടു പുറത്തുവെച്ച് തന്റെ ഇടങ്കാലുകൊണ്ട് മെസ്സി തൊടുത്ത ഷോട്ട് ഒരു വെടിയുണ്ട കണക്കെ ഗോൾ പോസ്റ്റിന്റെ മുകളിൽ വലതു മൂലയിൽ തറച്ചു കയറി. ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാർക്ക് പോലും തടയാനാവാത്ത വിധം കൃത്യതയാർന്നതായിരുന്നു ആ ഷോട്ട്. ഈ ഗോളോടെ അർജന്റീന 4-3 വിജയിച്ചു. വെറുമൊരു ഗോളിനപ്പുറം ബ്രസീലിനെ പോലൊരു കരുത്തരായ ടീമിനെതിരെ ഒറ്റയ്ക്ക് പോരാടി വിജയം വരിച്ച മെസ്സിയുടെ ഈ പ്രകടനം അർജന്റീനിയൻ ആരാധകരുടെ ഹൃദയം കീഴടക്കി. ബാഴ്സലോണയുടെ മെസ്സിയെയല്ല, തങ്ങളുടെ സ്വന്തം അർജന്റീനയുടെ മെസ്സിയെയാണ് അന്നവർ മൈതാനത്ത് കണ്ടത്. തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ ഈ കൊച്ചു മനുഷ്യന് കഴിയുമെന്ന് അവരന്നുറച്ചു വിശ്വസിച്ചു. മെസ്സിയെ സ്നേഹത്തോടെ വാനോളം പുകഴ്ത്താൻ അർജന്റീനയിലെ മാധ്യമങ്ങളും ആരാധകരും മത്സരിക്കാൻ തുടങ്ങി. 2012 മാർച്ച് 7 ബാഴ്സലോണയുടെ തട്ടകമായ ക്യാമ്പ് നൗവിൽ അരങ്ങേറിയത് ഫുട്ബോൾ ലോകം അതുവരെ കാണാത്ത ഒരു ഗോൾ വിരുന്നായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൽ ജർമ്മൻ കരുത്തരായ ബെയർ ലെവർകൂസനെതിരെ മെസ്സി മൈതാനത്തിറങ്ങുമ്പോൾ അതൊരു ചരിത്ര നിമിഷമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ അന്ന് രാത്രി ക്യാമ്പ് നൗവിൽ പെയ്തിറങ്ങിയത് മെസ്സി എന്ന മജീഷ്യന്റെ ഗോളുകളുടെ പെരുമഴയായിരുന്നു. മത്സരത്തിന്റെ 25-ാം മിനിറ്റിൽ സാവി നൽകിയ ലോങ് പാസ് സ്വീകരിച്ച് ഗോൾ കീപ്പർക്ക് മുകളിലൂടെ മനോഹരമായി പന്ത് ചിപ്പ് ചെയ്ത് മെസ്സി തന്റെ ആദ്യ ഗോൾ നേടി. ആ ഇന്ദ്രജാലം അവിടെ അവസാനിച്ചില്ല. ഇടംകാൽ കൊണ്ടും വലങ്കാൽ കൊണ്ടും എതിർ പ്രതിരോധത്തെ കീറിമുറിച്ച മെസ്സി ഗോളുകൾ ഒന്നിനു പുറകെ ഒന്നായി അടിച്ചുകൂട്ടി. ഗോൾ കീപ്പർ മുന്നോട്ട് കയറി വരുന്നത് കണ്ട് കൃത്യമായ കണക്കുകൂട്ടലുകളോടെ പന്ത് ചിപ്പ് ചെയ്ത് വലയിലെത്തിക്കുന്ന മെസ്സിയുടെ ശൈലി കണ്ട് ലെവർകൂസൻ താരങ്ങൾ അമ്പരന്നുപോയി. ബോക്സിന് പുറത്തുനിന്നും അകത്തുനിന്നും തൊടുത്ത കൃത്യതയാർന്ന ഷോട്ടുകൾ ലെവർകൂസൻ പ്രതിരോധത്തെ തകർത്തു. 5-ാം ഗോളും വലയിലെത്തിയപ്പോൾ ക്യാമ്പ് നൗവിലെ 10,000-കണക്കിന് ആരാധകർ എഴുന്നേറ്റ് നിന്ന് മെസ്സിയുടെ പേര് ആർത്തു വിളിച്ചു. ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ 5 ഗോളുകൾ നേടുന്ന ആദ്യ താരമായി മെസ്സി മാറി. മത്സരശേഷം ഹാട്രിക് നേട്ടത്തിന്റെ അടയാളമായി ആ പന്ത് മെസ്സിക്ക് തന്നെ സമ്മാനമായി ലഭിച്ചു. തന്റെ സഹതാരങ്ങളുടെയെല്ലാം ഒപ്പുകൾ ആ പന്തിൽ വാങ്ങിയ അദ്ദേഹം അതൊരു നിധി പോലെ സൂക്ഷിച്ചു.
മെസ്സിയുടെ കരിയർ രൂപപ്പെടുത്തിയ പരിശീലകൻ പെപ് ഗോർഡിയോള 2012 ബാഴ്സലോണ വിടാൻ തീരുമാനിച്ചത് മെസ്സിയെ വല്ലാതെ വേദനിപ്പിച്ചു. പെപ്പിന്റെ അവസാന മത്സരത്തിന് ശേഷം ക്യാമ്പ് നൗവിൽ വെച്ച് മെസ്സി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു വിതുമ്പി. പെപ്പിന് കീഴിൽ മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച താരമായി വളർന്നിരുന്നു. ആ വേർപിരിയൽ ബാഴ്സലോണയിൽ ഒരു യുഗത്തിന്റെ അന്ത്യമായിരുന്നു. എന്നാൽ എതിരാളികൾക്കെതിരെ ഗോളുകൾ വാരിക്കൂട്ടുന്ന ഒരു ഗോൾ മെഷീനെയാണ് പെപ്പ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ലോകം കാണാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. മൈതാനത്ത് ഗോളുകൾ വാരിക്കൂട്ടുമ്പോഴും മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തേടിയെത്തിയത് 2012 നവംബർ 2 മെസ്സിയുടെയും പങ്കാളി ആന്റോണെല്ല റോക്കൂസയുടെയും ആദ്യ കൺമണി. തിയാഗോ മെസ്സി ജനിച്ചത് അന്നാണ്. തിയാഗോയുടെ ജനനം മെസ്സിയെ വൈകാരികമായി വളരെയധികം സ്വാധീനിച്ചു. അന്ന് മെസ്സി തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു, ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഞാനാണ്. എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. ഈ സന്തോഷം മെസ്സി തന്റെ കളിയിലും പ്രകടിപ്പിച്ചു. ഗോൾ അടിച്ച ശേഷം തള്ളവിരൽ വായിലിട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പുതിയ ആഘോഷം മകൻ തിയാഗോയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. തന്റെ ഇടതുകാലിൽ മകന്റെ കൈപ്പത്തികളുടെ ചിത്രവും പേരും മെസ്സി ടാറ്റു ചെയ്തതും ഈ വർഷമാണ്. കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന മെസ്സി ഓരോ മത്സരത്തിന് ശേഷവും വേഗത്തിൽ വീട്ടിലെത്തി മകനൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചു. 2012 ഡിസംബർ മാസം എത്തിയപ്പോഴേക്കും മെസ്സി ആ വർഷം 80 ഗോളുകൾ നേടിയിരുന്നു. ജർമ്മനിയുടെ ഇതിഹാസം ഗെർഡ് മുള്ളർ ഒരു വർഷം കൊണ്ട് സ്ഥാപിച്ച 85 ഗോളുകൾ എന്ന റെക്കോർഡ് തകർക്കാൻ മെസ്സിക്കിനി ഏതാനും ഗോളുകൾ കൂടി മതി. ഡിസംബർ 9 റയൽ ബെറ്റിസിനെതിരെ നടന്ന മത്സരത്തിൽ 2 ഗോളുകൾ നേടി മെസ്സി ആ റെക്കോർഡ് മറികടന്നു. പക്ഷേ അദ്ദേഹം അവിടെയും നിർത്തിയില്ല. ആ വർഷം അവസാനിക്കുമ്പോൾ മെസ്സിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നത് 91 ഗോളുകളായിരുന്നു. ഫുട്ബോൾ ലോകം അമ്പരന്നുപോയ നിമിഷം. 69 മത്സരങ്ങളിൽ നിന്ന് 91 ഗോളുകൾ എന്ന ഈ നേട്ടം തകർക്കാൻ ഇനി പതിറ്റാണ്ടുകൾ വേണ്ടിവരുമെന്ന് കായിക പണ്ഡിതർ വിധിയെഴുതി. 40 വർഷം പഴക്കമുള്ള തന്റെ റെക്കോർഡ് തകർത്ത മെസ്സിയെ ഗെർഡ് മുള്ളർ അഭിനന്ദിച്ചു. ആദരസൂചകമായി താൻ ഒപ്പിട്ട ഒരു ബാഴ്സലോണ ജേഴ്സി മെസ്സി മുള്ളർക്ക് സമ്മാനമായി അയച്ചു കൊടുത്തു. അതിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ലിയോ മെസ്സി. മുള്ളറുടെ റെക്കോർഡ് തകർത്തു എന്നതിനേക്കാൾ താൻ ആരാധിച്ചിരുന്ന ഒരു മുൻഗാമിക്കുള്ള സമർപ്പണമായിരുന്നു മെസ്സിക്ക് ആ നിമിഷം. ആ ജേഴ്സി ബയേൺ മ്യൂണിക്കിന്റെ മ്യൂസിയത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരു കലണ്ടർ വർഷത്തിലെ ഈ 91 ഗോളുകൾ മെസ്സിയെ തന്റെ കരിയറിലെ തുടർച്ചയായ 4ാം ബാലൻ ഡിയോർ പുരസ്കാരത്തിന് അർഹനാക്കി. 2013 ജനുവരിയിൽ സൂറിച്ചിൽ നടന്ന ചടങ്ങിൽ സുവർണ പന്ത് ഏറ്റുവാങ്ങുമ്പോൾ മെസ്സി പുതിയൊരു ചരിത്രം കുറിക്കുകയായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിൽ തുടർച്ചയായി 4 തവണ ലോകത്തെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ കളിക്കാരനായി അദ്ദേഹം മാറി. യോഹാൻ ക്രൈഫ്, മിഷേൽ പ്ലാറ്റിനി തുടങ്ങിയ മഹാന്മാരുടെ റെക്കോർഡുകളെല്ലാം ആ 25-കാരന് മുന്നിൽ വഴിമാറി. ആ പുരസ്കാര വേദിയിൽ വെച്ച് മെസ്സി പറഞ്ഞു, റെക്കോർഡുകൾക്ക് പിന്നാലെയല്ല ഞാൻ ഓടുന്നത്, മറിച്ച് എന്റെ ടീമിന്റെ വിജയങ്ങൾക്ക് വേണ്ടിയാണ്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ്
5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ മുന്നിലേക്ക് വരാൻ പോകുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് മെസ്സി അറിയുന്നുണ്ടായിരുന്നില്ല. 2013ഓടെ മെസ്സിയുടെ കരിയറിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ കാലഘട്ടം ആരംഭിച്ചു. അക്കാലത്താണ് സ്പാനിഷ് ടാക്സ് അതോറിറ്റി മെസ്സിക്കും പിതാവ് ജോർജ് മെസ്സിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. 2007 മുതൽ 2009 വരെയുള്ള കാലയളവിൽ മെസ്സിയുടെ ഇമേജ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട വരുമാനത്തിൽ ഏകദേശം 4.1 മില്യൺ യൂറോ നികുതി വെട്ടിച്ചു എന്നതായിരുന്നു കേസ്. ബെലീസ്, യുറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങളിലെ കടലാസ് കമ്പനികൾ ഉപയോഗിച്ച് നികുതി നൽകാതെ പണം വിദേശത്തേക്ക് കടത്തിയെന്നതായിരുന്നു പ്രധാന ആരോപണം. ആ വാർത്ത ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. സദാസമയവും ഫുട്ബോളിനെ മാത്രം പ്രണയിച്ചിരുന്ന മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരാഘാതമായിരുന്നു. കോടതിയിൽ ഹാജരാകേണ്ടി വന്ന മെസ്സി തനിക്ക് ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും തന്റെ പിതാവാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് എന്നും മൊഴി നൽകി. ഞാൻ ഫുട്ബോൾ കളിക്കാൻ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്റെ പിതാവിനെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എന്ന് മെസ്സി പറഞ്ഞു. ഈ കാലയളവിൽ മെസ്സിയുടെ കരുത്തായ ഇടതുകാൽ അദ്ദേഹത്തെ ചതിച്ചു തുടങ്ങി. കരിയറിലുടനീളം ചെറിയ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ വർഷമുണ്ടായ തുടർച്ചയായ ഹാംസ്ട്രിംഗ് പരിക്കുകൾ മെസ്സിയെ ശാരീരികമായി തളർത്തിക്കളഞ്ഞു. തുടയുടെ പിൻഭാഗത്തെ പേശികൾക്കേറ്റ ബലക്ഷയം കാരണം പലപ്പോഴും മത്സരങ്ങൾക്കിടയിൽ വേദന കൊണ്ട് പുളയുന്ന മെസ്സിയെ കായിക ലോകം കണ്ടു. നികുതി വിവാദങ്ങളും പരിക്കുകളും മെസ്സിയെ വരിഞ്ഞുമുറുക്കിയ ഈ കാലയളവിൽ ബാഴ്സലോണയുടെ പ്രകടനവും മങ്ങാൻ തുടങ്ങി. 2013 ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ബയേൺ മ്യൂണിക്കിനോട് ഏറ്റുവാങ്ങിയ ദയനീയ പരാജയം മെസ്സിയെയും ടീമിനെയും വല്ലാതെ ഉലച്ചുകളഞ്ഞു. പരിക്കിന്റെ പിടിയിലായിരുന്ന മെസ്സിക്ക് 2ാം പാദ മത്സരത്തിൽ സൈഡ് ബെഞ്ചിലിരുന്ന് തന്റെ ടീം തകരുന്നത് കാണേണ്ടി വന്നു. 2 പാദങ്ങളിലുമായി 7-0 എന്ന സ്കോറിന് ബാഴ്സലോണ തകർന്നപ്പോൾ മെസ്സിയുടെയും ബാഴ്സലോണയുടെയും സുവർണകാലം അവസാനിച്ചെന്ന് ഫുട്ബോൾ ലോകം വിധിയെഴുതി. മെസ്സിക്ക് തന്റെ പഴയ വേഗതയും ആത്മവിശ്വാസവും ഇനി വീണ്ടെടുക്കാനാവില്ലെന്ന് വിമർശകർ ഉറപ്പിച്ചു പറഞ്ഞു. 2013 നവംബറിൽ റയൽ ബെറ്റിസിനെതിരെയുള്ള മത്സരത്തിൽ പേശികൾക്ക് വീണ്ടും പരിക്കേറ്റതോടെ മെസ്സിക്ക് ഏകദേശം 2 മാസത്തോളം മൈതാനത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. ഗോളുകൾ വാരിക്കൂട്ടുന്ന ആ ഗോൾ മെഷീൻ നിശ്ചലമായ നിമിഷമായിരുന്നു അത്. എന്നാൽ തന്റെ ഭക്ഷണക്രമത്തിലും പരിശീലന രീതിയിലും സമൂലമായ മാറ്റം വരുത്തി കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. ജന്മനാടായ റൊസാരിയോയിലെ ശാന്തതയിൽ ചികിത്സയും വിശ്രമവുമായി മെസ്സി ആ നാളുകൾ ചെലവഴിച്ചു. മൈതാനത്തെ ഈ തിരിച്ചടികൾക്കിടയിൽ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് മെസ്സി റൊണാൾഡോ വൈരത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ള പോരാട്ടത്തിനായിരുന്നു. 4 വർഷം തുടർച്ചയായി മെസ്സി കൈക്കലാക്കിയ ബാലൻഡിയോർ പുരസ്കാരം തിരിച്ചുപിടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ സർവ്വശക്തിയും പുറത്തെടുത്തു. മെസ്സിയുടെ പരിക്കുകളും ബാഴ്സലോണയുടെ തകർച്ചയും റൊണാൾഡോയ്ക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കി. 2014 ജനുവരിയിൽ സൂറിച്ചിലെ പുരസ്കാരവേദിയിൽ ബാലൻഡിയോർ പുരസ്കാരം കയ്യിലേന്തി പ്രസംഗിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ദൃശ്യം ലോകമെമ്പാടുമുള്ള മെസ്സി ആരാധകർക്ക് വലിയൊരാഘാതമായി. ആരാധകർ തമ്മിലുള്ള പോരാട്ടം സോഷ്യൽ മീഡിയയിലും മൈതാനങ്ങളിലും യുദ്ധസമാനമായി.
ഫുട്ബോൾ മൈതാനത്ത് മെസ്സിയും റൊണാൾഡോയും പരസ്പര ബഹുമാനത്തോടെ മത്സരിച്ചപ്പോൾ പുറത്ത് ആരാധകർ തമ്മിലുള്ള പോരാട്ടം നിയന്ത്രണാതീതമായിരുന്നു. മെസ്സിയെ നികുതി വെട്ടിപ്പുകാരനെന്നും പരിക്കിന്റെ തോഴനെന്നും വിളിച്ച് എതിരാളികൾ ആക്ഷേപിച്ചു. എന്നാൽ പരിക്കുകളെക്കാൾ മെസ്സിയെ തളർത്തിയത് തന്റെ പ്രിയപ്പെട്ട പരിശീലകൻ ടിറ്റോ വിലനോവയുടെ വേർപാടായിരുന്നു. അർബുദത്തോട് പോരാടി 2014 ഏപ്രിലിൽ അദ്ദേഹം വിടവാങ്ങി. മെസ്സിക്ക് അതൊരു പരിശീലകന്റെ നഷ്ടം മാത്രമായിരുന്നില്ല, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ വേർപാട് കൂടിയായിരുന്നു. കിരീടങ്ങളില്ലാത്ത ആ സീസൺ മെസ്സിയുടെ കരിയറിലെ ഏറ്റവും കറുത്ത അധ്യായമായി മാറി. മൈതാനത്തിന് പുറത്ത് മെസ്സിയും കുടുംബവും വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ നേരിട്ടു. നികുതി കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകാനെത്തിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ മെസ്സിക്ക് നേരെ കൂക്കി വിളിക്കുകയും അധിക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്തു. തന്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ വെച്ച് ഇത്തരം അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത് മെസ്സിയെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതിനിടയിൽ പലപ്പോഴും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം ആരാധകരുടെ തിരക്ക് അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ ബാധിച്ചു. തന്റെ കരിയറിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഈ സാഹചര്യത്തിലാണ് മെസ്സി 2014 ബ്രസീൽ ലോകകപ്പിനായി തയ്യാറെടുക്കുന്നത്. വിമർശനങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോഴും മെസ്സി നിശബ്ദനായിരുന്നു. മൈതാനത്തെ പരാജയങ്ങളും പുറത്തെ അധിക്ഷേപങ്ങളും ആ അത്ഭുത പ്രതിഭയെ തളർത്തുമെന്ന് കരുതിയവർക്ക് തെറ്റി. ആ നിശബ്ദതയ്ക്ക് പിന്നിൽ 2014 ബ്രസീൽ ലോകകപ്പിനായുള്ള തീവ്രമായ തയ്യാറെടുപ്പുകളായിരുന്നു. തന്റെ പരിക്കുകളെ മെരുക്കാനും മാനസികമായ തളർച്ചയെ മറികടക്കാനും അദ്ദേഹം അർജന്റീനയിലെ റൊസാരിയോയിൽ മാസങ്ങളോളം കഠിന പ്രയത്നം നടത്തി. ലോക കിരീടമെന്ന സ്വപ്നം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മെസ്സി തന്റെ ശരീരം പാകപ്പെടുത്തി. ആരാധകർ തമ്മിലുള്ള തർക്കങ്ങൾക്കും മാധ്യമങ്ങളുടെ പരിഹാസങ്ങൾക്കും മൈതാനത്ത് വെച്ച് മറുപടി നൽകാമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വേദനകൾക്കിടയിലും മെസ്സി തന്റെ പഴയ ഫോമിലേക്ക് മടങ്ങിയെത്താൻ ഭക്ഷണക്രമം മുതൽ പരിശീലന മുറകൾ വരെ അടിമുടി മാറ്റിമറിച്ചു. ലോകം മുഴുവൻ തനിക്കെതിരെ നിൽക്കുന്നുവെന്ന് തോന്നിച്ച ആ നാളുകളിൽ എതിരാളികളുടെ കൂക്കിവിളികളെ അദ്ദേഹം അവഗണിച്ചു. തന്റെ പ്രിയപ്പെട്ട പരിശീലകൻ ടിറ്റോ വിലനോവയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാനായി മെസ്സി ഓരോ ദിവസവും സ്വയം പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ ലോകകപ്പിനായി ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ബ്രസീലിലേക്ക് അർജന്റീന ടീം വിമാനം കയറുമ്പോൾ ലോകമൊന്നടങ്കം ചോദിച്ചത് ഒരേയൊരു ചോദ്യമായിരുന്നു: മിശിഹ തിരിച്ചു വരുമോ? തന്റെ കരിയറിലെ കറുത്ത അധ്യായങ്ങളെ ചവിട്ടിമെതിച്ച് നഷ്ടപ്പെട്ടുപോയ സിംഹാസനം തിരിച്ചുപിടിക്കാൻ മെസ്സി തയ്യാറെടുക്കുകയായിരുന്നു. പരീക്ഷിക്കപ്പെട്ട ഓരോ നിമിഷവും തന്നെ കൂടുതൽ കരുത്തനാക്കിയെന്ന് തെളിയിക്കാൻ മെസ്സി ബ്രസീലിന്റെ മണ്ണിലേക്ക് പാദമൂന്നി.